വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് അക്കൗണ്ടൻസിയിലെ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്നീ 2 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ റെക്കോർഡിംഗ് പോർഷൻ ഓഫ് അക്കൗണ്ടിംഗ് ഈസ് കോൾഡ് ഡാഷ്. റെക്കോർഡിംഗ് പോർഷൻ ഓഫ് അക്കൗണ്ടിംഗ് ബുക്ക് കീപ്പിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ബുക്ക് കീപ്പിംഗ് ഇൻക്ലൂഡ്സ് ഡാഷ്. ബുക്ക് കീപ്പിംഗ് ഇൻക്ലൂഡ്സ് ബോത്ത് ജേർണൽ ആൻഡ് ലെഡ്ജർ. Accounting begins where dash ends. Bookkeeping ends. The science of accounting is called dash. The science of accounting is called accountancy. Assets, expenses and losses show dash balance. Asset, expenses and losses are always debit balance ആയിരിക്കും. Liability, income and profit show dash balance. Liability, income and profit always credit balance ആണ്. Assets which can converted into cash within 90 days is called liquid assets. Assets which can converted into cash within 1 year is called circulating or floating or current assets. Current assets മറ്റു പേരുകളാണ് circulating assets or floating assets. Assets which are held for long period is called fixed assets. Long period like held in assetകളാണ് fixed assets. Assets which have no physical existence is called intangible assets. Physical existence ഇല്ലാത്ത asset ആണ് intangible assets. Assets which are exhausted through usage is called wasting assets. Assets which have no real value but shown in the balance sheet is called fictitious asset. അസറ്റിന് റിയൽ വാല്യൂ ഉണ്ടാവില്ല, പക്ഷേ ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയും ചെയ്യുന്ന അസറ്റുകളെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ഫിക്റ്റീഷ്യസ് അസറ്റിൻ്റെ മറ്റു പേരുകളാണ് സേക്ക് അസറ്റ് അല്ലെങ്കിൽ നോമിനൽ അസറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് ആർ നോട്ട് അസറ്റ്സ് അറ്റ് പ്രസൻറ്റ് ബട്ട് മേ ബിക്കം അസറ്റ്സ് ഇൻ ഫ്യൂച്ചർ. നിലവിൽ ഇവ അസറ്റ്സ് അല്ല എന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ അസറ്റ് ആയേക്കാവുന്ന അസറ്റ്സിനെയാണ് നമ്മൾ കണ്ടിജൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. അഡ്വാൻസ് ആയിട്ട് ടാക്സ് പേയ്മെൻറ്റ് നടത്തിയതൊക്കെ കണ്ടിജൻറ്റ് അസറ്റ്സിന് ഉദാഹരണമാണ്. കണ്ടിജൻറ്റ് അസറ്റ് നമ്മൾ ഒരിക്കലും ബാലൻസ് ഷീറ്റിൻ്റെ ഫേസിൽ കാണിക്കില്ല, പക്ഷേ ഫുട് നോട്ടായിട്ട് ബാലൻസ് ഷീറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അറ്റ് പ്രസൻറ്റ് ഇറ്റ് ഈസ് നോട്ട് ആൻ അസറ്റ് ബട്ട് ഇറ്റ് മേ ബിക്കം ആൻ അസറ്റ് ഇൻ ദ ഫ്യൂച്ചർ ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൺ ഈവൻറ്റ്സ് ആർ കോൾഡ് കണ്ടിജൻറ്റ് അസറ്റ്. നെക്സ്റ്റ് വൺ: ക്യാപിറ്റൽ ഈസ് എ ഡാഷ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. Liabilities are the obligations of a business. Liabilityക്ക് always credit balance ആയിരിക്കും. Capital is dash account. Capital എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. Liabilities which are payable within 1 year is called current liability, and liabilities which are payable after a long period is called fixed liability. When the owner withdraw cash from the business for his personal use, the account to be debited is drawings account. ഓണർ പേഴ്സണൽ യൂസിന് ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെബിറ്റ് ചെയ്യുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ്. ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഡ്രോയിങ്സ് അക്കൗണ്ടിന് ഓൾവേസ് ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാഷ് ആയിട്ടാണ് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ വരുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. ഇനി പേഴ്സണൽ ഡ്രോയിങ്സ് ഫ്രം ബാങ്കിൽ നിന്നാണെങ്കിൽ അത് ട്രാൻസാക്ഷൻ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ്. മറ്റൊരു കാര്യം, വെൻ ദ ഓണർ വിഡ്രോ ഗുഡ്സ് ഫ്രം ദ ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ്, ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഈസ് ഡാഷ്. അതായത് ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്തെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട് ആണ്. അപ്പോൾ ഡെബിറ്റ് ചെയ്യുന്ന ഏതായിരിക്കും? ഡ്രോയിങ്സ് അക്കൗണ്ട് ആയിരിക്കും. ഓൾവേസ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഓർക്കുക. ഡ്രോയിങ്സ് അക്കൗണ്ട് ഷോസ് ഡാഷ് ബാലൻസ്. ഡ്രോയിങ്സ് അക്കൗണ്ടിന് ഓൾവേസ് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. The amount earned by a firm through the sale of goods and services is called revenue. സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വഴി ഏൺ ചെയ്യുന്ന എമൗണ്ട് ആണ് റവന്യൂ എന്ന് പറയുന്നത്. ഡാഷ് റെസിപ്റ്റ്സ് ആർ റെക്കറിംഗ് ഇൻ നേച്ചർ. റവന്യൂ റെസിപ്റ്റ്സ് ആർ റെക്കറിംഗ് ഇൻ നേച്ചർ. ഡാഷ് റെസിപ്റ്റ്സ് ആർ നോൺ റെക്കറിംഗ് ഇൻ നേച്ചർ. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് നോൺ റെക്കറിംഗ് ആണ്. ഡാഷ് റെസിപ്റ്റ്സ് ആർ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന റെസിപ്റ്റ്
ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ്. റവന്യൂ റെസിപ്റ്റ് കാണിക്കാറില്ല. ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. എമൗണ്ട് സ്പെൻഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ ഈസ് കോൾഡ് എക്സ്പെൻസസ്. റവന്യൂ ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് എക്സ്പെൻസസ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻസസ് ഡാഷ് ഓണേഴ്സ് ഇക്വിറ്റി. നമുക്കത് അറിയാം, എക്സ്പെൻസസ് എപ്പോഴും എന്തായിരിക്കും? ഓണേഴ്സ് ഇക്വിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. റവന്യൂസ് ആണെങ്കിലോ റവന്യൂ ഇൻക്രീസസ് ഓണേഴ്സ് ഇക്വിറ്റി ആണ്. റവന്യൂ ഓണേഴ്സ് ഇക്വിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. If the benefits of an expenditure is available for a period of less than 1 year, it is called a revenue expenditure. Amount spent for acquiring fixed asset is called a capital expenditure. ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ഫോർ ഇൻക്രീസിംഗ് ദ കപ്പാസിറ്റി ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് ഡാഷ്. ഫിക്സഡ് അസറ്റിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ഫോർ മെയിൻറ്റെയിനിങ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഫിക്സഡ് അസറ്റ്സ് മെയിൻറ്റെയിനിങ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇഫ് ദ ബെനിഫിറ്റ്സ് ഓഫ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് അവൈലബിൾ ഫോർ മോർ ദാൻ 1 year, ഇറ്റ് ഈസ് കോൾഡ് deferred revenue expenditure. The unwritten portion of deferred revenue expenditure is shown on the dash side of balance sheet, asset side of the balance sheet. Things purchased for resale are called goods. Resale പർപ്പസിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന തിങ്സിനെ പറയുന്നതാണ് ഗുഡ്സ്. പർച്ചേസ് ഈസ് എ ഡാഷ് അക്കൗണ്ട്. പർച്ചേസ് ഈസ് എ nominal account. Goods remain unsold on the closing day is called closing stock. Closing ഡേയിൽ വിറ്റഴിയാതെ ഇരിക്കുന്ന ഗുഡ്സിനെ പറയുന്നതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഡാഷ് is a person who owes money to the business is called debtors. And dash is a person to whom the business owes money is called creditor. ബിസിനസ്സിൽ നിന്ന് പണം വാങ്ങിയ ആളുകൾ ഡെപ്റ്റേഴ്സും ബിസിനസ് പണം കൊടുക്കാനുള്ളവർ ക്രെഡിറ്റേഴ്സും. ദ ബേസിസ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേർണൽ ഈസ് ഡാഷ് സോഴ്സ് ഡോക്യുമെൻറ്റ്. സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ പ്രസൻസിലാണ് ജേർണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് ഡോക്യുമെൻറ്റ്സ് നോക്കാം. സോഴ്സ് ഡോക്യുമെൻറ്റ് ഫോർ ക്രെഡിറ്റ് സെയിൽ ഈസ് കോപ്പി ഓഫ് ഇൻവോയ്സ്. സോഴ്സ് ഡോക്യുമെൻറ്റ് ഫോർ പർച്ചേസ് റിട്ടേൺ debit note. Source document for sales return credit note. And source document for salaries and wages payroll. Transport charges to bring an asset purchased for office purpose is dash capital expenditure. Transport charges to bring an asset purchased for office purpose is capital expenditure. The amount spent on erection of machinery is dash capital expenditure. Accumulated loss is an example of fictitious asset. Registration fee in connection with the purchase of land is dash capital expenditure. Research expenditure is dash. Research expenditure is deferred revenue expenditure. Quarries, mines and oil wells are dash wasting assets. Total claims against the assets of the business is called equity. Total claims against the assets of the business is called equity. Debtors ledger contains the accounts of customers and creditors ledger contains the accounts of suppliers. Wages of workman employed for setting up a new machinery is debited to dash account, machinery account. Dash contains the accounts of debtors. Sales ledger contains the accounts of debtors. Dash is the amount which the business is bound to pay.
Liability is the amount which the business is bound to pay. The account which increased by debit entry is purchase. Repairs to building is dash. Repairs to building is revenue expenditure. Assets are recorded in the books at their dash. Assets are recorded in the books at their cost price. A business prepares financial statements on the basis of dash concept, going concern concept. Dash concept states that the revenue and expense incurred for earning revenue must belong to the same accounting period. Matching concept. A statement of debit balance and credit balance of account is trial balance. ഇനി അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡാഷ് ആർ എ കളക്ഷൻ ഓഫ് കോമൺലി ഫോളോവ്ഡ് റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഗ്യാപ്. ഗ്യാപ് മീൻസ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. ബേസിക് അക്കൗണ്ടിംഗ് അസംഷൻസ് ആർ കോൾഡ് കോൺസെപ്റ്റ്. ബേസിക് അക്കൗണ്ടിംഗ് അസംഷൻസിനെ പറയുന്നതാണ് കോൺസെപ്റ്റ്. ബേസിക് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ കോൾഡ് കൺവെൻഷൻസ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, ബേസിക് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് കൺവെൻഷൻസും ബേസിക് അക്കൗണ്ടിംഗ് അസംഷൻസ് കോൺസെപ്റ്റുമാണ്. ബിസിനസ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റി ആസ് പെർ ഡാഷ് കോൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരമാണ് ബിസിനസ്സിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റി ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ബിസിനസ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റി ആസ് പെർ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. As per dash concept, non-monetary transactions are not recorded in the books of account. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടാത്തത് ഏത് കോൺസെപ്റ്റ് പ്രകാരമാണ്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പ്രകാരമാണ്. ഡാഷ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ സോഴ്സ് ഡോക്യുമെൻറ്റ്. വെരിഫയബിലിറ്റി ഓർ ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. This concept states that each and every transaction should be capable of independent verification. Fixed assets are shown in the balance sheet as per dash. Going concern concept. Going concern concept പ്രകാരമാണ് ഫിക്സഡ് അസറ്റ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ആസ് പെർ ഡാഷ് കോൺസെപ്റ്റ്. അതും ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പ്രകാരമാണ്. ഡാഷ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അസറ്റ്സ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് അറ്റ് ദെയർ അക്വിസിഷൻ പ്രൈസ് ആൻഡ് നോട്ട് അറ്റ് ദ മാർക്കറ്റ് പ്രൈസ്. അക്വിസിഷൻ പ്രൈസിലായിരിക്കണം അസറ്റ്സ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കോസ്റ്റ് കോൺസെപ്റ്റ് ഓർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് ആണ്. അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ കനോട്ട് ബി ട്രീറ്റഡ് ആസ് സെയിൽ ആസ് പെർ റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റ്. കസ്റ്റമറിൽ നിന്നും അഡ്വാൻസ് റിസീവ് ചെയ്തത് സെയിലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കോൺസെപ്റ്റ് റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റ്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ അക്കൗണ്ട്സ് ആർ മെയ്ഡ് ടു സാറ്റിസ്ഫൈ ദ ഡാഷ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റ്. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ആർ ആഡഡ് ടു ദ റെസ്പെക്റ്റീവ് എക്സ്പെൻസ് അക്കൗണ്ട് ആസ് പെർ മാച്ചിങ് കോൺസെപ്റ്റ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആർ ഡിഡക്റ്റഡ് ഫ്രം ദി റെസ്പെക്റ്റീവ് എക്സ്പെൻസ് അക്കൗണ്ട് ഈസ് ഓൾസോ ഡ്യൂ ടു മാച്ചിങ് കോൺസെപ്റ്റ്. അക്രൂവ്ഡ് ഇൻകം ഈസ് ആഡഡ് ടു ഇൻകം അക്കൗണ്ട് ആസ് പെർ matching concept. Unearned income is deducted from respective income account as per അതും മാച്ചിങ് കോൺസെപ്റ്റ് ആണ്. അത്രയും ഓർത്തിരിക്കുക. അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഡാഷ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് same accounting principles and methods should be followed for a long period. Consistency principle. Consistency principle states that the same accounting principles and methods should be followed for a long period. Contingent assets and liabilities are shown in the balance sheet as footnote as per dash. Principle of full disclosure.
A small computer purchased can be treated as an expense as per materiality principle. അതുപോലെ സ്റ്റേഷനറി പർച്ചേസ്ഡ് കൺസ്യൂമബിൾ സ്റ്റോഴ്സ് എക്സെട്ര ക്യാൻ ബി ട്രീറ്റഡ് ആസ് ആൻ എക്സ്പെൻസ് ആസ് പെർ മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിളാണ്. ഡാഷ് പ്രിൻസിപ്പിൾ ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് ചോദിച്ചാലും അത് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിളാണ്. നെക്സ്റ്റ് വൺ, ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ് ഈസ് ദ എസൻസ് ഓഫ് ഡാഷ് കൺസർവേറ്റിസം ഓർ പ്രുഡൻസ് കോൺസെപ്റ്റ്. Stock is valued at cost price or market price, whichever is less. It is also based on conservatism or prudence concept. Intangible assets are usually amortized. It is based on conservatism or prudence concept. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നോക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 represent accounting policies. AS2 represents valuation of inventory. AS3 cash flow statement. AS6 depreciation. AS9 revenue recognition. AS10 fixed asset. AS19 lease. AS20 EPS earning per share. AS26 intangible assets. AS28 impairment of assets. AS29 provisions, contingent assets and liabilities. ഇനി നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. The norms and guidelines issued by professional bodies including chartered accountants to ensure uniformity in accounting information. അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിനായിട്ട് പ്രൊഫഷണൽ ബോഡീസ് ഇഷ്യൂ ചെയ്യുന്ന നോംസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് IAS അത് ഇഷ്യൂ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയാണ്, IASC ആണ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ലണ്ടനാണ്. IASC ഫോം ചെയ്ത വർഷം എന്ന് പറയുന്നത് 1973 ഇന്ത്യയിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആണ്, ICAI ആണ്. ICAI ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതിൻ്റെ ഹെഡ് ഓഫീസ് ന്യൂഡൽഹി ആണ്. ഇനി ഇന്ത്യയിലെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് ICAI ആണെങ്കിലും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യയിൽ ഫോം ചെയ്യുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. ആ ഒരു ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. In India, accounting standards are issued by ICAI, and in India, accounting standards are formed by Accounting Standard Board. Accounting Standard Board എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1977 ആണ്. അക്കൗണ്ടൻസിയുടെ മറ്റൊരു പ്രധാന ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.